കനത്ത മഴയെ തുടർന്ന് ഞായറാഴ്ച രാത്രി തമിഴ്നാട് ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയ യാത്രക്കാരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 3 സംഘങ്ങൾ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. തിരുനെൽവേലിയിൽ മഴക്കെടുതിയിൽ 3 പേരും വിരുദുനഗറിൽ ഒരാളും മരിച്ചു. പ്രളയ സാഹചര്യം മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പ്രധാനമന്ത്രിയെ അറിയിക്കും. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, തെക്കൻ ജില്ലകളിൽ മഴയ്ക്ക് ശമനമാകുന്നു എന്ന് പറയുമ്പോഴും ആശ്വസിക്കാറായില്ല തമിഴ്നാടിനല്ലേ? സ്മിത, അങ്ങനെ തന്നെ വേണം. അതായത് മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ വലിയ തോതിലുള്ള ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള ദുരിതങ്ങൾ അതെന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 4 ജില്ലകൾ ഏറെക്കുറെ പൂർണ്ണമായും തന്നെ വെള്ളത്തിനടിയിലാകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു നമ്മൾ തെക്കൻ തമിഴ്നാട്ടിൽ എന്തായാലും കണ്ടത്. ഇതിപ്പോൾ ശ്രീവൈകുണ്ഠത്ത് കുടുങ്ങിയ ട്രെയിനിൽ ഏകദേശം 450 മുതൽ 500ഓളം ആളുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് NDRFന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സൈന്യത്തിന്റെ ഒക്കെ ഭാഗത്തു നിന്നും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ ആ ട്രെയിനടുത്തേക്ക് എത്തുക, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് ബോട്ട് വഴിയൊന്നും അവിടേക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് നിലവിൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എയർലിഫ്റ്റിംഗും അവിടെ അത്രത്തോളം കാര്യക്ഷമമായി നടത്താൻ സാധിക്കില്ല. കാരണം ഇത്രയും അധികം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ എയർലിഫ്റ്റിംഗ് അവിടെ കാര്യക്ഷമമായി നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് എയർഫോഴ്സിന്റെ ഒരു സമീപനം. ഈ കാര്യത്തിൽ എന്തായാലും അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. അത് ഹെലികോപ്റ്റർ മുഖാന്തരമാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. ഏത് വിധേനയും അവിടേക്ക് എത്തുക എന്നുള്ളതാണ് ദൗത്യ സംഘത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. മൂന്ന് വഴികളിലൂടെ അവിടെ എത്താനുള്ള ശ്രമങ്ങളാണ് എന്തായാലും NDRFന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് എന്തായാലും ഈ പറഞ്ഞ രക്ഷാപ്രവർത്തകരെല്ലാം പങ്കുവെക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 4 മരണങ്ങളാണ് ഇതുവരെ ഇപ്പോൾ ഈ തെക്കൻ തമിഴ്നാട്ടിലെ പ്രളയത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3ഉം തിരുനെൽവേലിയിലാണ്. നമുക്കറിയാം ഏറ്റവും അധികം ബാധിച്ചത് തിരുനെൽവേലിയിലാണ്. മൂന്ന് മരണം തിരുനെൽവേലിയിലും 1 വിരുദനഗറിലുമാണ്. അങ്ങനെ 4 മരണങ്ങളാണ് ഇതുവരെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ രാത്രി 10:30 മണിക്ക് പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. അദ്ദേഹം ഡൽഹിയിലാണുള്ളത്. മുഖ്യമന്ത്രി ഡൽഹിയിലാണുള്ളത്. അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. ഈ പറഞ്ഞ മുൻപുണ്ടായ മിഗ്ജോങ് ചുഴലിക്കാറ്റിന്റെ ഭാഗമായി ഉണ്ടായ നാശനഷ്ടങ്ങൾ അത് വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ 4 ജില്ലകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന മഴ, അതിന്റെ നാശനഷ്ടം, അങ്ങനെ ഇതെല്ലാം കൂടി വിശദമായി തന്നെ പ്രധാനമന്ത്രിയെ അറിയിക്കുക, കേന്ദ്ര സഹായം ആവശ്യപ്പെടുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്ന് വൈകുന്നേരം രാത്രി 10:30 മണിക്കാണ് പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കാണുകയും ചെയ്യുക. സ്മിത, ശരി. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.